നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും കൃപ നിറഞ്ഞിരിക്കുന്നതിനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പാദപീഠത്തെങ്കിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. അവിടുന്ന് ഞങ്ങളുടെ ദൈവവും ഞങ്ങളെ സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനുമാകിയാൽ സ്തോത്രം. എൻ്റെ കർത്താവേ, അല്പസമയം ഞങ്ങൾ വചനത്തിന് മുൻപിൽ ഇരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഈ മഹായിടവ കൺവെൻഷനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവകൃപയാൽ എല്ലാവരെയും നിറയ്ക്കണമേ. നേതൃത്വം നൽകുന്ന തിരുമേനിയെയും മറ്റെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്നത്തെ കൺവെൻഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കണമെന്ന് യേശു മിശിഹാ നമ്മൾ ഉപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. അഭിവന്യ റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനി, ഏറ്റവും ബഹുമാനപ്പെട്ട ജോർജ് ചെറിയാനച്ചൻ, ഈ കൺവെൻഷന് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട പട്ടക്കാർ, സഭാപ്രവർത്തകർ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. അനേക ഭക്തന്മാരായ ആളുകൾ, പ്രഗത്ഭ വ്യക്തികൾ, കാൻറ്റർബറി ആർച്ച് ബിഷപ്പിനെ പോലെയുള്ള വളരെ വലിയ വ്യക്തിത്വങ്ങൾ ഈ സ്റ്റേജിൽ പ്രസംഗിച്ചതായ സ്ഥാനത്ത് എനിക്കും ഇവിടെ നിൽക്കുവാൻ സർവശക്തനായ ദൈവം നൽകിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ അവസരം എനിക്ക് നൽകിയ അഭിവന്യ തിരുമേനിയോടും അതുപോലെ നേതൃത്വത്തിലായിരിക്കുന്ന എല്ലാവരോടും, ജനറൽ കൺവീനേഴ്സായി പ്രവർത്തിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ജോർജ് ചെറിയാൻ അച്ഛനോടും ജേക്കബ് ജോർജ് അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും വളരെ ആത്മാർത്ഥമായിട്ട് അറിയിക്കട്ടെ. എന്നെ ഈ പ്രസംഗത്തിന് ക്ഷണിച്ചതായിട്ടുള്ള സമയത്ത് എൻ്റെ മകള് എന്നോട് പറഞ്ഞ ഒരു സെൻറ്റൻസ് ഇതാണ്: അച്ഛ ഒരു ഇൻസ്പയറിങ് മെസ്സേജ് വേണം അവിടെ ചെയ്യാനായിട്ട്. എൻ്റെ ഈ മനസ്സിൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മാങ്ങാനം സഭ മറ്റനേകർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നിശ്ചയമായിട്ടും പ്രാർത്ഥനയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമെന്നുള്ളത്. ഇന്ന് ഇവിടെ വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. പ്രസംഗിക്കുന്ന വ്യക്തിയല്ല പ്രധാനപ്പെട്ടത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നൽകുന്നതായ വാക്കുകൾ അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രയോജനപ്പെട്ടതായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ചുമയുടെയും അല്പം കഫത്തിൻ്റെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം ഇത്രമാത്രം സൗഖ്യം നൽകിയ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ വർഷം നാം ഇയർ ഓഫ് റിന്യൂവലായി ആചരിക്കുകയാണ്. റിന്യൂവൽ എന്നാൽ പുതുക്കൽ, നവീകരണം, പുനരാരംഭം എന്നിങ്ങനെയാണ്. പുതുക്കത്തിൻ്റെ അനുഭവം, നവീകരണത്തിൻ്റെ അനുഭവം, പുനരാരംഭത്തിൻ്റെ അനുഭവം. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം നാം കാണുന്നു: ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ്. ഒരു പുതുക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അതാണ് പുതുക്കത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പുതുക്കം പ്രാപിച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥകളെക്കുറിച്ച് അല്പസമയം ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്
the believer as a new man. വിശ്വാസി എന്നത് ഒരു പുതിയ മനുഷ്യനായിട്ട് തീരുകയാണ്. 2 കൊരിന്ത്യർ 5:17 ഇപ്രകാരം നാം കാണുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ് ഹി ഈസ് എ ന്യൂ ക്രിയേഷൻ. പുതിയ സൃഷ്ടിയായി നാം രൂപാന്തരപ്പെടണം എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. All things have passed away, behold, all things have become new. ഒരു പുതുക്കത്തിൻ്റെ പുതു അനുഭവമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നാം പുതുക്കം പ്രാപിക്കണം. നമ്മുടെ ജീവിതത്തെ പുതുക്കത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കണം. 2004 ചില കൺവെൻഷനായിട്ടും പല പ്രോഗ്രാംസിനായിട്ടും ഞാൻ ബോംബെയിലേക്ക് പോയി. മെത്തഡിസ്റ്റ് ചർച്ചിലെ കൺവെൻഷനാണ്, 4 ദിവസം ഉണ്ടായിരുന്നു. ആ കൺവെൻഷനിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേയിൽ ഞാൻ ഓൾട്ടർ കോള് വിളിച്ചു. അനേകം ആളുകൾ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞുകൊണ്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. പ്രാർത്ഥിച്ച് യോഗം അവസാനിച്ചു. അതിനുശേഷം പ്രാർത്ഥനയ്ക്കായിട്ട് ധാരാളം ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം സമയം ഓരോരുത്തരുടെയും വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് സമയമെടുത്തു. ഏറ്റവും അവസാനം ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്നു. അവൻ എൻ്റെ അരികിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞത്, അച്ഛാ, ഞാൻ ബോംബെയിൽ താമസിക്കുന്നൊരു വ്യക്തിയല്ല, ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. എന്നാൽ ഞാൻ വിദേശത്തേക്ക് ഇപ്പോൾ പോകുകയാണ്. അതിൻ്റെ ചില ക്രമീകരണങ്ങളായിട്ട് ബോംബെയിൽ വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൺവെൻഷൻ നടക്കുന്നു എന്നറിഞ്ഞ് ഞാൻ ഇവിടേക്ക് വന്നതാണ്. എന്നാൽ അച്ഛൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറുപ്പം മുതൽ സൺഡേ സ്കൂളിൽ പോകുന്നൊരു വ്യക്തിയാണ്. ഗായക സംഘത്തിലെ അംഗമാണ്, യൂത്തിലെ അംഗമാണ്. പക്ഷെ എന്നാൽ ഇന്ന് എനിക്ക് ഈ യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് ആത്മാർത്ഥമായി സ്വീകരിക്കാനായിട്ട് സാധിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് പോലെ അച്ഛൻ ആ ഓൾട്ടർ കോൾ വിളിച്ചപ്പോൾ എൻ്റെ ശരീരത്തൂടെ പാസ് ചെയ്തു. അച്ഛാ, ഞാൻ യേശുവോട് ചേർന്ന് ഞാൻ എവിടെ പോയാലും ജീവിക്കും എന്ന് അദ്ദേഹം പറയുവാനായിട്ടിടയായി തീർന്നു. ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഒരു വ്യക്തിയെങ്കിലും കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ സാധിച്ചല്ലോ കർത്താവേ, ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നാം ഗായക സംഘത്തിലെ അംഗങ്ങളായിരിക്കാം, യൂത്തിലെ അംഗങ്ങളായിരിക്കാം, ചർച്ച് കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കാം, സെക്രട്ടറി ആയിരിക്കാം, കൈക്കാരന്മാരായിരിക്കാം, കൗൺസിൽ മെമ്പേഴ്സ് ആയിരിക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പുതുക്കത്തിൻ്റെ അനുഭവം, ഈ പുതുക്കത്തിൻ്റെ അനുഭവമാണ് എനിക്കും നിങ്ങൾക്കും ഇന്ന് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ സഭയ്ക്കുള്ളിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകുമ്പോൾ സഭ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് പുതുക്കത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ക്രിസ്തീയ ജീവിതം വ്യക്തിത്വത്തിൻ്റെ രൂപാന്തരമാണ്. ഇതാണ് പുതുക്കം. അതുകൊണ്ട് ജീവിതത്തിന് മാറ്റമുണ്ടാക്കുവാൻ യേശുവേ അങ്ങന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ ദൈവം നമ്മോട് കൂടി ഇരുന്ന് അവൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് അവൻ നമ്മെ നടത്തുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് ഈ പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് യേശു നമ്മുടെ ഉള്ളിൽ വന്ന് പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമേ അങ്ങനെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട്, റേസ് ഫ്രം ദ സ്പിരിച്വൽ ഡെത്ത്, ആത്മീയ മരണത്തിൽ നിന്നുള്ള ഉയിർത്തെഴുന്നേൽപ്പ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:24 അവിടെ ഇപ്രകാരം കാണുന്നു, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. For this my son was dead and is alive again. He was lost and is found. എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരൻ മരിച്ചു എന്ന് പറയുന്നത്? ആത്മീയമായി മരിച്ചു. ഈ ലോകത്തിൽ
ഒരു പ്രാവശ്യമേ നാം ജനിക്കുന്നുള്ളൂ എങ്കിൽ 2 മരണമുണ്ട്. 2 പ്രാവശ്യം ജനിച്ചാൽ 1 മരണമേ ഉള്ളൂ. എന്താണത്? അമ്മയുടെ ഉദരത്തിൽ നിന്ന് മാത്രമേ ജനിക്കുന്നു എങ്കിൽ ജഡികമായ മരണവുമുണ്ട്, ആത്മീയമായ മരണവുമുണ്ട്. അല്ല, 2 പ്രാവശ്യം ജനിക്കുന്നെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ നിന്നും വീണ്ടും ജന്മം പ്രാപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഒറ്റ മരണമേ ഉള്ളൂ. അത് ജഡികമായ മരണം മാത്രമാണ്. നമ്മൾ പലപ്പോഴും അച്ഛന്മാരും തിരുമേനിയും ഒക്കെ ആളുകളെ ശവസംസ്കാര ശുശ്രൂഷ നടത്തും. നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പറയുമല്ലോ, ഈ നിന്റെ ദാസൻ ഉയിർത്തെഴുന്നേൽക്കുമെന്നുള്ള നിശ്ചയവും ഉറപ്പുമുള്ള പ്രത്യാശയോടുകൂടെ നാം ഇവൻ്റെ ശരീരത്തെ മണ്ണിന് മണ്ണായി, ചാരത്തിന് ചാരമായി, പൂഴിക്ക് പൂഴിയായി ഭൂമിയെ ഏൽപ്പിക്കുന്നു. നാം ഈ പ്രത്യാശയോടുകൂടിയാണ് അടക്കുന്നത്. പക്ഷേ പലപ്പോഴും വീട്ടുകാർക്കോ നാട്ടുകാർക്കോ പോലും എല്ലാം അറിയാം ഈ വ്യക്തി എങ്ങും എത്തുകയില്ലെന്ന്. നമ്മൾ ചിന്തിക്കണം, എത്തണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ രൂപാന്തരപ്പെടണം, ഒരു പുതുക്കം പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം നമ്മൾ വിസ്മരിക്കുവാൻ പാടില്ല. ഇവിടെ പ്രോഡിഗൽ സൺ, മുടിയനായ പുത്രൻ ആത്മീയമായി മരിച്ചവനായിരുന്നു. ആത്മീയമായി മരിച്ചവർക്ക് സുബോധമുണ്ടാകുകയില്ല. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഈ സമയത്ത് ലൂക്കോസ് 15:17 പറയുന്നു, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. മുടിയനായ പുത്രന് സുബോധമില്ലായിരുന്നു. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നല്ല സുബോധമുള്ളവനായിരുന്നു. കാരണം ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അവൻ പറഞ്ഞത്, എനിക്ക് വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണം. എനിക്ക് ജ്യേഷ്ഠൻ്റെ മുതൽ വേണ്ട, അപ്പൻ്റെ മറ്റു മുതലുകളൊന്നും വേണ്ട, എനിക്ക് വരേണ്ടുന്ന പങ്ക് മാത്രം മതി. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഇവൻ നല്ല സുബോധമുള്ളവനാണ്. എന്നാൽ നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഇവിടെ പറയുകയാണ്, അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചതായ സമയത്ത്, അവൻ സുബോധം വന്നപ്പോൾ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ചിന്തിച്ചു. ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ സുബോധമുള്ളവരാണെന്ന് പലപ്പോഴും ചിന്തിക്കും. ലോകമയമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരാണെങ്കിൽ നാം വാസ്തവത്തിൽ സുബോധമുള്ളവരല്ല. അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ചിന്തിക്കുകയും അപ്പൻ്റെ ഭവനത്തിലേക്കുള്ള പ്രത്യാശയോടെ ജീവിപ്പാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നെങ്കിലാണ് യഥാർത്ഥ സുബോധമുള്ളവരായിട്ട് നമുക്ക് മുൻപോട്ട് പ്രവർത്തിപ്പാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് പലപ്പോഴും മറ്റുള്ളവൻ്റെ സ്വത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പണം എങ്ങനെ കൈക്കലാക്കാമെന്ന് ചിന്തിക്കുന്ന സമൂഹമാണ്. ഇതെല്ലാം വെട്ടിപ്പിടിച്ചിട്ട് നാം എവിടെ കൊണ്ടുപോകുവാനായിട്ടാണ്? ദൈവം തരുന്നത് മതി എന്ന് നമ്മൾ വെക്കണം. നമ്മൾ ഇവിടെ ഇരിക്കുന്നു. എത്ര പേർക്ക് പറയാൻ സാധിക്കും, നാളെ രാവിലെ ഞാൻ ഉണർന്നെഴുന്നേൽക്കുമെന്ന്? ഈ ഡിസംബർ 30 അന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. വൈകുന്നേരം വാട്സപ്പ് ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ ഒരു മെസ്സേജ് കിടക്കുന്നത് കണ്ടു. അത് ഞങ്ങളെയൊക്കെ അവിടെ ഇലക്ട്രിക്കൽ വർക്ക്, ഇലക്ട്രീഷ്യനായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്. അവൻ തലേദിവസം വരെ നന്നായിട്ട് ജോലി ചെയ്തു. പിറ്റേ ദിവസം രാവിലെയും ജോലിക്ക് പോകാനായിട്ട് എല്ലാം റെഡിയായതാ. കുളിക്കാനായിട്ട് കയറി, കുളിമുറിയിൽ വീണു, ഞരമ്പ് പൊട്ടി, ആൾ മരിച്ചു. മെലിഞ്ഞിരിക്കുന്ന പയ്യൻ. അതിനെക്കുറിച്ച് ഡോക്ടേഴ്സ് പറഞ്ഞു, നമ്മളും മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നമ്മൾ കുളിക്കുന്ന സമയത്ത് നേരെ തലയിലേക്ക് വെള്ളം ഒഴിക്കുവാൻ പാടില്ല. കാല്, കൈകൾ, ശരീരം, അങ്ങനെ അവസാനമേ തലയിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് പ്രഷർ കൂടുകയും മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായിട്ട് മെഡിക്കൽ സയൻസ് പറയുന്നു. ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു. അങ്ങനെയാണ് ആ ചെറുപ്പക്കാരൻ മരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവൻ എന്തെല്ലാം പ്രതീക്ഷകളുണ്ടായിരുന്നു. പുതിയ വർഷത്തേക്ക് കടക്കുവാനായിട്ട്, പുതിയ വർഷത്തേക്ക് പ്രവേശിപ്പാനായിട്ട് അവൻ പല ചിന്തകളുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഒന്നും സാധ്യമാക്കുവാൻ സാധിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന ഈ സമയത്ത് നാളെ ഉണർന്നെഴുന്നേൽക്കാമെന്ന് നമുക്ക് എന്താണ് ഗ്യാരണ്ടി ഉള്ളത്? ഉറക്കമെന്ന് പറയുന്നത് ഒരു മരണമാണ്.
വേദപുസ്തകത്തിൽ 92-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, രാവിലെ നിൻ്റെ ദയയും രാത്രി തോറും നിൻ്റെ വിശ്വസ്തയും വർണ്ണിക്കുന്നത് നല്ലത്. രാത്രി നമ്മൾ പകല വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, വൈകുന്നേരം സുരക്ഷിതരായിട്ട് നമ്മൾ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തത കൊണ്ട് മാത്രമാണ്. ആ ദൈവത്തിന് നന്ദി കയറ്റേണ്ടയോ? അത് രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ ദയയാലാണ് നമുക്ക് എഴുന്നേൽക്കുവാൻ സാധിക്കുന്നത്. ഉറക്കമെന്ന് പറയാൻ മരണമാണ്. നമ്മൾ എത്രയോ പേരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു, രാവിലെ എഴുന്നേൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് ക്രമീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ചിന്തയാണ് മുടിയനായ പുത്രനെ സുബോധത്തിലേക്ക് നയിച്ചത്. ദൈവത്തെക്കുറിച്ചുള്ളതായ ചിന്തയും മടങ്ങിവരവുമാണ് നമ്മെ സുബോധത്തിലേക്ക് നയിക്കുന്നത്, വീണ്ടും ജനനത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് നാം ആത്മീയമായി മരിച്ചവരാണെങ്കിൽ വീണ്ടും ജന്മം പ്രാപിച്ച് സുബോധം പ്രാപിച്ച് പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ വരുന്നുവെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മൂന്നാമതായിട്ട്, സ്ട്രെങ്തൻഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം ശക്തീകരിക്കപ്പെടണം. യെഹെസ്കേൽ പ്രവചനം 11-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നു: അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. എന്താ പറയുന്നത്? പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കും. ഈ വാക്യം, അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇസ്രായേൽ ജനം മലിന ബിംബങ്ങളെയും മ്ലേച്ഛ വിഗ്രഹങ്ങളെയും നീക്കിക്കളഞ്ഞതിന് ശേഷമുള്ള ഭാഗമാണ് ഇത്. പുതുക്കം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പുതിയൊരു ആത്മാവ്, പുതിയൊരു അവസ്ഥ. യെസ്, ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ശക്തമായ ആത്മാവിനെ നൽകുവാൻ സാധിക്കുന്നതായിട്ടുള്ള ദൈവമാണ്. ഇന്ന് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുവാൻ കാരണം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവിനെ ശക്തമായി നൽകുന്ന ഒരു ദൈവമായതുകൊണ്ട് തന്നെയാണ്. ഞാൻ പറയട്ടെ, ഞാൻ BSc പഠിക്കുന്നതായിട്ടുള്ള സമയത്ത് സീമസ് കോളേജിലാണ് പഠിച്ചത്. അവസാന വർഷത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് എൻ്റെ മനസ്സിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിക്ക് പോകണോ പാർട്ട് ടൈം മിനിസ്ട്രിക്ക് പോകണോ? സുവിശേഷ വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മാതാപിതാക്കൾക്കും അത് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മാതാപിതാക്കൾ കൂടുതലും ആഗ്രഹിച്ചത് പാർട്ട് ടൈം മിനിസ്ട്രിയാണ്. കാരണം നല്ലൊരു ജോലി ലഭിച്ച് അങ്ങനെ പോയിട്ട് മറ്റൊരു ഇതിലേക്ക് പോകട്ടെ. ഞാനിങ്ങനെ 2-3 മാസത്തോളം പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത്, യു ഗോ ഫോർ ദ ഫുൾ ടൈം മിനിസ്ട്രി. ഞാനത് പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിൽ അംഗീകരിച്ചു. പക്ഷേ എനിക്കൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ പാട്ടുകൾ പാടും, കൊയറിനെ ലീഡ് ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് പാട്ടിന് സംബന്ധമായിട്ടും മറ്റ് പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ യൂത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ BSc പഠിക്കുമ്പോൾ പ്രവർത്തിച്ചപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം 4 സെൻറ്റൻസ് ഒരുമിച്ച് നിന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. എന്നെ ഭയങ്കരമായിട്ട് പേടിയാണ് എനിക്കത്. എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാതെ ഞാനതുകൊണ്ട് മറ്റാരെയെങ്കിലും ഒക്കെ ഏൽപ്പിച്ചു വിടും എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട്. അതുപോലെയുള്ളൊരു അവസ്ഥയാണ് എൻ്റെ. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പട്ടക്കാരനായി കഴിഞ്ഞാൽ പ്രസംഗം അവശ്യമായിട്ട് വേണ്ടതെന്നാണ്. പ്രസംഗിക്കാൻ അറിയാൻ മേലാത്ത ഞാൻ എങ്ങനെ ഒരു പട്ടക്കാരനായി തീരും? ഞാൻ അതിനുവേണ്ടി തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയതായിട്ടുള്ള വചനം എന്ന് പറയുന്നത് യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. അതാണ് ഇവിടെ വായിച്ചത്. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു.
അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും ചെയ്യുകയും വേണം, സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈ നീട്ടി എൻ്റെ വായെ തൊട്ടു. ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. ദൈവത്തിന് നന്ദിയുള്ള സ്തോത്രം. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇത് എൻ്റെ ജീവിതത്തിലും സംഭവിച്ചു. കർത്താവ് തന്ന വചനങ്ങൾ അത് കൃത്യതയോടുകൂടെ സംഭവിപ്പാനായിട്ട് കർത്താവ് സഹായിച്ചു. 1990 പട്ടത്താൽ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. ഒരു 4-5 വർഷങ്ങൾക്കുള്ളിൽ തന്നെ അനേക കൺവെൻഷൻ പ്രസംഗിപ്പാൻ ബലഹീനനായ എന്നെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചു. 1994 മേൽപ്പാടിയിൽ, വയനാട് മേൽപ്പാടിയിൽ ഒരു കൺവെൻഷൻ എന്നെ ക്ഷണിച്ചു. അവിടെ ചെന്നപ്പോൾ മനസ്സിലായി വലിയൊരു കൺവെൻഷനാണ്, അനേക സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്ന ഒരു കൺവെൻഷനാണ്. അതിന് തൊട്ട് തലേ വർഷം ഡോക്ടർ പുഷ്പരാജാണ് 4 ദിവസം പ്രസംഗിച്ചത്. ആ സ്ഥാനത്താണ് ബലഹീനനായ ഞാൻ നിൽക്കേണ്ടത്. ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചാണ് പോയത്. അവിടെ ചെന്നും പ്രാർത്ഥനയോടുകൂടെ തന്നെ ആ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ വളരെ ശക്തമായിട്ട് ആ സ്ഥലത്ത് പ്രവർത്തിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഭയം, അങ്ങനെയുള്ളതായ കാര്യങ്ങൾ മാറി. തുടർന്നുള്ളതായ നാളുകളിൽ അനേക സ്ഥലങ്ങളിൽ ഈ ദൈവത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട്, പ്രവർത്തിപ്പാനായിട്ട് എന്നെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നു. നമ്മുടെ അനേക സ്ഥലങ്ങളിൽ CSI സൗത്ത് കേരളയിലെ പല പള്ളികൾ, പ്രധാനപ്പെട്ട പള്ളികളിൽ, നോർത്ത് കേരള ഇപ്പോൾ കൊച്ചിൻ മലബാർ ഡയോസിസിലെ പല പള്ളികളിൽ, അതുപോലെ മർത്തോമ, ഓർത്തഡോക്സ്, മെത്തഡിസ്റ്റ് എന്നിവിടെ വിവിധ ദേവാലയങ്ങളിൽ, ജ്ഞാനായ യാക്കോബായ ഭദ്രാസന തലത്തിലുള്ള പല പ്രോഗ്രാംസിന് ഞാൻ ഇന്ന് ഓർക്കുന്നു. മഴക്കീർ വെച്ച് ഈ സ്ത്രീജന സഖ്യത്തിൻ്റെ കേരളത്തിലെ എല്ലാ യൂണിറ്റിൽ നിന്നുമുള്ളതായ എല്ലാവരും പങ്കെടുക്കുന്നതായിട്ടുള്ള സ്ത്രീജന സഖ്യവും സിസ്റ്റേഴ്സും പച്ചന്മാരും എല്ലാം അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു കോൺഗ്രിഗേഷൻ ഞാൻ ഓർക്കുന്നു. അന്ന് പ്രധാനപ്പെട്ട പ്രസംഗനായിട്ട് എന്നെ ക്ഷണിക്കുവാൻ ഇടയായി തീർന്നു. ദൈവകൃപയോടുകൂടെ അത് ചെയ്യുവാനായിട്ട് സാധിച്ചു. അവരുടെ അനേക പള്ളികളിൽ, അതുപോലെ ഡിസ്ട്രിക്ട് സെൻട്രൽ കൺവെൻഷനുകളിൽ ഒക്കെ പ്രസംഗിപ്പാനായിട്ട് ദൈവം ഈയടുത്ത് ഉപയോഗിച്ചു. നമ്മുടേതായിട്ടുള്ള ഇവിടെയുള്ളതായിട്ടുള്ള അനേക പള്ളികളിലും, കത്തീഡ്രലിലും, മുളശ്ശേരിയിലും മറ്റനേക പള്ളികളിലും പ്രസംഗിപ്പാനായിട്ട് സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ പറയട്ടെ, ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെയുള്ളതായ സ്ഥലങ്ങളിൽ പ്രസംഗിപ്പാനായിട്ട് ദൈവം എടുത്തുപയോഗിച്ചു. CSI ഈസ്റ്റ് കേരള ഡയോസിസൻ കൺവെൻഷനിൽ ചില വർഷങ്ങൾക്ക് മുൻപ് പ്രസംഗിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. ഇന്ന് നമ്മുടെ ഈ ഡയോസിസൻ കൺവെൻഷനിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഇതെൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്തെങ്കിലും എനിക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ കീഴ്മേൽ മറിക്കുവാൻ പ്രാപ്തനായ ഒരു കർത്താവ് ജീവിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ കാര്യം ഇതാണ്. അതുകൊണ്ട് ദൈവവചനം ഘോഷിപ്പാൻ അവസരം ലഭിക്കുന്നതായ സമയത്ത് അത് നിശ്ചയമായിട്ടും അത് ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കുന്നതായ സമയത്ത് ദൈവം നമ്മോട് കൂടെയിരിക്കും. ഈ ദൈവം നമ്മെ ശക്തീകരിക്കുവാനായിട്ട്, ബലപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ ദൈവത്തിൽ ഞാൻ എന്നെ തന്നെ വീണ്ടും വിനയപ്പെടുത്തുകയാണ്. ആത്മാവിന്റെ ബലത്തോടുകൂടെ മുൻപോട്ട് നിൽക്കുവാൻ, അനേകരെ ദൈവത്തിന്റെ അരികിലേക്ക് ആദായപ്പെടുത്തുവാൻ കർത്താവെ നീ എന്നെ ഇടയാക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആളുകളും പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുവാനായിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കണം. ഇവിടെ ഈ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ പ്രവർത്തിക്കണം. ഞാൻ എവിടെ സംസാരിച്ചാലും അവിടെ ആയിരിക്കുന്ന ആളുകളിൽ പ്രവർത്തിക്കണം. കാരണം ഹൃദയത്തിൻ്റെ രൂപാന്തരം, ഒരു പുതുക്കത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ സ്വർഗമേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. ഞാൻ 1995 CSSമിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ആ സമയത്ത് ഒക്ടോബർ അവസാനം എനിക്കൊരു ജോണ്ടീസ് ഉണ്ടായി.
പെട്ടെന്ന് മാറും എന്തൊക്കെയുള്ളതായ ചിന്തകൾ ഉണ്ടായിരുന്നു. മാന്നാർ ഒരു വൈദ്യനുണ്ട്, അവിടെ ആയുർവേദമാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് അവിടേക്ക് പോയി. അദ്ദേഹം ചില പൊടികൾ തന്നു. പെട്ടെന്ന് 3-4 ദിവസം കൊണ്ട് മഞ്ഞപ്പിത്തം മാറി. പക്ഷെ 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഛർദ്ദിച്ചു. വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. വീണ്ടും അദ്ദേഹം ചില മരുന്നുകൾ തന്നു, അത് കുറഞ്ഞു. അതിനുശേഷം ജനുവരി മാസത്തിൽ 1-ാം തീയതി വീണ്ടും CSS മില്ലിൽ ചാർജ് എടുക്കാനായിട്ട് മീൻസ് എൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മഞ്ഞപ്പിത്തം വീണ്ടും കൂടിയിരിക്കുന്നു. പക്ഷെ ആ പ്രാവശ്യമുള്ള കുഴപ്പം, മഞ്ഞപ്പിത്തം കുറയുന്നില്ല. എനിക്ക് ഈ അസുഖം വരുന്നതിന് 2 മാസങ്ങൾക്ക് മുമ്പ് തിരുവല്ല അണ്ണവട്ടം എബനേസർ മർത്തോമ പള്ളിയിൽ ഒരു കൺവെൻഷൻ പ്രസംഗിപ്പാനായിട്ട് ദൈവം അവസരം തന്നു. ആദ്യത്തെ 2 ദിവസം ബാബു പുല്ലാടായിരുന്നു. അവസാനത്തെ 2 ദിവസം ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ വന്ന് വളരെ സന്തോഷത്തോടുകൂടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ വളരെ നന്നായിരുന്നു, വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. എൻ്റെ വല്യമ്മച്ചി തിരുവല്ല കൊച്ചി ഫാമിലിയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ കൂടുതലും അവരാണ് ഉള്ളത്. അതുകൊണ്ട് കൂടുതൽ സന്തോഷത്തോടുകൂടെ അവർ ഓരോരുത്തരും വന്ന് പറയുവാനായിട്ടിടയായി. ഞാൻ തിരിച്ച് സ്കൂട്ടറിൽ തിരുവല്ലയിലെ വീട്ടിലേക്ക് പോകുന്നതായ സമയത്ത് എൻ്റെ വൈഫിനോട് പറഞ്ഞു, അന്ന് ഞാൻ എടുത്ത വിഷയം പ്രതിസന്ധികളിൽ കൂടെ ഇരിക്കുന്ന ദൈവം. ഞാൻ വൈഫിനോട് ചോദിച്ചു, ഞാൻ തിയോളജിക്കലായിട്ട് എല്ലാ വിധത്തിലും ഇത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു, പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ചെയ്തത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പ്രതിസന്ധി വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? പ്രസംഗിക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്, പക്ഷെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അതല്പ പ്രയാസമാണ്. അതിനുശേഷം 2 മാസം കഴിഞ്ഞാണ് എനിക്ക് ഈ അസുഖം ഉണ്ടാകുന്നത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ വീണ്ടും 3-ാമത്തെ പ്രാവശ്യം ജോണ്ടീസ് പിന്നെയും വന്നപ്പോൾ അത് വീണ്ടും അദ്ദേഹം മരുന്നുകൾ നൽകി, കഷായങ്ങൾ നൽകി. എന്ത് ചെയ്തിട്ടും അത് കുറയുന്നില്ല. എൻ്റെ മദറിൻ്റെ ഫസ്റ്റ് കസിന് ഒരു സീനിയർ സർജനാണ്. എൻ്റെ സെക്കൻഡ് കസിന് തിരുവല്ല മെഡിക്കൽ മിഷനിലെ ചീഫ് ഫിസിഷ്യനായിരുന്നു ആ സമയത്ത്. അവർ 2 പേരും വന്ന് എന്നെ നോക്കുന്നുണ്ട്. മാന്നാർ വൈദ്യൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മഞ്ഞപ്പിത്തം കുറയുന്നില്ല. അവസാനം ചെക്ക് ചെയ്തപ്പോൾ ജോണ്ടീസ് ഉണ്ട്, ഗോൾ സ്റ്റോൺസ് ഉണ്ട്, അൾസറുമായി. എൻ്റെ ശരീരത്തിൽ നിന്ന് ഏതാണ്ട് 20-ലധികം കിലോ കുറഞ്ഞു. അപ്പം നമുക്ക് ഊഹിക്കാൻ സാധിക്കും എങ്ങനെയാണ് ആരോഗ്യം. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയി. ആ സമയത്ത് പെട്ടെന്ന് പറഞ്ഞത്, ഇനി ഇവിടെങ്ങും ചികിത്സിച്ചിട്ട് കാര്യമില്ല. എറണാകുളത്ത് PVS ഹോസ്പിറ്റലുണ്ട്. അന്ന് സൗത്ത് ഇന്ത്യയിലെ ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്. ഇന്ന് ലേക്ക് ഷോറിൽ ഉള്ളതായിട്ടുള്ള ഫിലിപ്പ് അഗസ്റ്റിന്, ഡോക്ടർ മാത്യു ഫിലിപ്പ്, ആ 7 പേരുടെ ഒരു ടീമാണത്. ഞാൻ അവിടെ ചെന്നതായ സമയത്ത്, ഞാൻ പോകുന്നത് തന്നെ എനിക്ക് കാറിൽ യാത്ര ചെയ്യാൻ വയ്യ. അത്രയും കാറിൽ യാത്ര ചെയ്ത ദേഹം വേദനയാണ്. അതുകൊണ്ട് രാവിലത്തെ പുഷ്പുൾ ട്രെയിനിന് പോകും. വൈഫ് ഒരു സൈഡിൽ, മദർ ഒരു സൈഡിൽ, പതുക്കെ ഷോളൊക്കെ പുതച്ച് പതുക്കെ പോകും. അവിടെ വരുമ്പോൾ വൈഫിൻ്റെ ഫസ്റ്റ് കസിന് വണ്ടിയുമായിട്ട് വന്ന് നിൽപ്പുണ്ടാവും. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകും. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, അച്ഛാ ഇത് മഞ്ഞപ്പിത്തമല്ലേ, പെട്ടെന്ന് മാറ്റിത്തരാം. എനിക്കും വളരെ സന്തോഷം. അവർ 3 ദിവസം 1 by 1 ആയിട്ടുള്ള ഓരോ ടെസ്റ്റുകളും നടത്തുവാനായിട്ടിടയായി തീർന്നു. ഏറ്റവും ഒന്നിനും ഒരു പോസിറ്റീവ് കാണുന്നില്ല. അവസാനം ERCP എന്ന് പറഞ്ഞ ടെസ്റ്റ് നടത്തി. അതായത് വയലിൽ കൂടെ ഒരു മിഷൻ കടത്തി വെയിനിൽ കൂടെ ചെന്ന് ബയൽ ഡക്റ്റിൽ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ പൊടിച്ച് വലിച്ചെടുത്ത് കളയുക എന്ന ദൗത്യമാണ്. അത് ചെയ്തു. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടീസ് ആണെന്ന് കരുതി. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ ഒന്നുമില്ല. അവസാനം ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ്റെ അനേക ടെസ്റ്റുകൾ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി, പക്ഷെ പോസിറ്റീവായിട്ടൊന്നും കാണുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. അവരും കൈമലർത്തുന്ന ഒരനുഭവം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഞാൻ തിരുവല്ലയിൽ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നു. ചില ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഭവനത്തിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തി.
ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട ചാക്കോ വർഗീസ് അച്ഛനാണ്. 3 ദിവസവും ഓരോരുത്തരായിട്ട് പ്രസംഗിച്ചു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഒരു ദിവസം പ്രസംഗിച്ചത് ദാനിയേലിന് രേഖ എഴുതപ്പെട്ടു. ഞാൻ കിടക്കയിൽ കിടന്നുകൊണ്ട് അത് കേൾക്കുന്നത് ആണ്, ഇരിക്കാൻ വയ്യ. പക്ഷെ അവസാനം പറഞ്ഞു, ഈ രേഖയെ തിരുത്തുന്ന ഒരു ദൈവമുണ്ട്, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, 3-4 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തോട്ട് നടന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് ഒരു നേഴ്സ് 2 ദിവസങ്ങൾ കൂടുമ്പോൾ വന്ന് എൻ്റെ ബ്ലഡ് എടുക്കും, കൊണ്ടുപോകും. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആ നേഴ്സ് ബ്ലഡ് എടുത്തുകൊണ്ട് പോയി ലാബിൽ കൊടുത്തു. അന്ന് വൈകുന്നേരം ആ ലാബിൻ്റെ ഓണർ എന്നെ വിളിച്ചു. വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അദ്ദേഹം വിളിച്ചത്. എന്നിട്ട് പറഞ്ഞതായ കാര്യം എന്തെന്നറിയാമോ? അച്ഛൻ്റെ മഞ്ഞപ്പിത്തം നോർമലായി, ദൈവത്തിന് സ്തോത്രം. ആരാണ് പ്രവർത്തിച്ചത്? ഈ ലോകത്തിലെ കരങ്ങൾ അശക്തമാകുമ്പോൾ ശക്തനായ ദൈവത്തിന്റെ കരം കൂടെയിരിക്കും. ദൈവം നമ്മെ നയിക്കുവാൻ പ്രാപ്തനാണ്. സൗഖ്യദായകനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. ഈ ദൈവത്തിലാണ് നാം ആശ്രയിക്കേണ്ടത്. ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം മുൻപോട്ട് ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് പിന്നീട് ഞാൻ ആദ്യത്തെ 3 മാസം രോഗമായിട്ടിരുന്നു. അതിനുശേഷം 3 മാസം റെസ്റ്റ് ചെയ്യാനായിട്ടെടുത്തു. കാരണം എനിക്ക് എൻ്റെ ശരീരം വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്. 3 മാസം വീട്ടിൽ പിന്നീട് റെസ്റ്റ് ചെയ്തു. രോഗം മാറി, പക്ഷേ സൗഖ്യം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളൂ. അന്ന് എനിക്ക് ഒന്നും തന്നെ കഴിക്കാൻ പറ്റത്തില്ല. കഴിക്കാൻ പറ്റുന്നത്, ഞാൻ അതിന് ശേഷം കുമ്മനാടാണ് ചെയ്യുന്നത്. അവിടെ ചെല്ലുന്നതായ സമയത്ത് കല്യാണങ്ങളൊക്കെ എല്ലാം നടത്തി കൊടുക്കും. പക്ഷെ ഒന്നും ഞാൻ അവിടുന്ന് കഴിക്കത്തില്ല. വീട്ടിൽ വന്ന് അല്പം പച്ചക്കറി പുഴുങ്ങിയതോ അല്പം കഞ്ഞിയോ മാത്രമേ കുടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എരിയോ പുളിയോ ഒന്നും പറ്റത്തില്ല. പഴങ്ങളിൽ പൂവമ്പഴം മാത്രം. കാരണം മറ്റേത് പഴങ്ങൾ കഴിച്ചാലും ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. കാരണം അൾസർ അത്രയും അവസ്ഥയായിപ്പോയിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, എന്ത് ഭക്ഷണം കഴിക്കുവാനും സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം. ഈ 3 മാസം റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുന്നു, പറയുന്നു. ഈ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരണം. അന്യഭാഷാ വരമുണ്ട്, ഇത് രണ്ടും എനിക്കില്ല. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 ദിവസം പരിശുദ്ധാത്മാവിനെ നൽകുവാനായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 3-ാമത്തെ ദിവസം ഹി ഫിൽ മീ വിത്ത് ദ സ്പിരിറ്റ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവൻ എന്നെ നിറച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ ശക്തിയായി എന്മേലേക്ക് ഇറങ്ങി വന്നത്. അതിനുശേഷം കുമ്മനാടാണ് ചാർജ് എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പെന്തിക്കോസ്ത് സൺഡേയാ. ഞാനത് പുൽപ്പറ്റിൽ നിന്ന് പറഞ്ഞു. ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ളതായിട്ടുള്ള ചാർജ് എടുത്തപ്പോൾ ഉള്ള ആദ്യത്തെ സൺഡേ. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അവിടെ ആയിരിക്കുന്ന ആ സമയത്ത് എനിക്ക് ആ സമയത്ത് ഞാൻ വാഹനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. വളരെ ക്ഷീണിതനായിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. ഒരു 4-5 കിലോ കൂടി, അത്രമാത്രമേ ഉള്ളൂ. ഞാനൊരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പാഴ്സനയിലെ മുറ്റത്തൂടെ നടക്കുകയാണ്. പഴയ പാഴ്സനയാണ്. അപ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ നൽകി. തൊട്ടടുത്ത് CSI വീടാണ്, അതിൻ്റെ അപ്പുറത്തെ വീടും CSI ആണ്. തൊട്ടടുത്ത് IC കുന്നച്ചൻ്റെ പെങ്ങളുടെ വീടാണ്, തങ്കയമ്മയുടെ വീടായിരുന്നു. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് മറ്റൊരു പ്രധാന വീടാണ്. ഞാൻ അവിടേക്ക് ആദ്യത്തെ വീടല്ല, 2-ാമത്തെ വീട്ടിലേക്ക് പോകാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രേരിപ്പിച്ചു. ഞാൻ നേരെ അവിടുന്ന് ഇറങ്ങി കുപ്പായം എടുത്തിട്ടു അവിടേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നതായിട്ടുള്ള സമയത്ത് അതൊരു വലിയ വീടായിരുന്നു. ഒരു അവിടുത്തെ മാതാവ് ഹെഡ് മിസ്സസ്സാണ്. മക്കൾ 3 പേര്. +2 മൂത്ത മോൻ പഠിക്കുന്നു, ഇളയ 2 കുട്ടികൾ. ഹസ്ബൻഡ് വിദേശത്താണ്, കുവൈറ്റിലാണ്. ഓയിൽ ഫീൽഡിൽ 28 ഡേയ്സ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് മടങ്ങി വരാം. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്നപ്പോൾ മുതൽ തന്നെ ടീച്ചർ ഇങ്ങനെ സംസാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, അച്ഛാ, ഞാൻ ഒരാഴ്ചയായി സ്കൂളിൽ പോയിട്ട്
ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ തല കറങ്ങി അവിടെ വീഴും. അതാണ് എൻ്റെ പ്രശ്നം. കുമ്പനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ പോയി ഞാൻ മരുന്ന് വാങ്ങിച്ചു. അതിനുശേഷം ഞാൻ 1-2 ഡോക്ടേഴ്സിനെ കൂടെ കണ്ടു. പക്ഷേ എൻ്റെ തലകറക്കം മാറുന്നില്ല. രാത്രിയിൽ കിടന്നാൽ എനിക്ക് ശരിക്കും ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഞാൻ വളരെ അസ്വസ്ഥയായിട്ട് ആയിരിക്കുന്ന ഒരു സമയമാണ്. അച്ഛനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ രണ്ടാമത്തെ വിസിറ്റാണ്. കൂടുതലൊന്നും ഈ കുടുംബത്തെക്കുറിച്ച് എനിക്കറിയത്തില്ല. ജസ്റ്റ് നേരത്തെ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളതേ ഉള്ളൂ. ഞാനിതെല്ലാം കേട്ടു. ഏതാണ്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. സാധാരണ ഒരു പ്രാർത്ഥനയാണ് ചെയ്തത്. എന്നാൽ ഞാൻ പറയട്ടെ, ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോയിരുന്നു. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. ചർച്ച് കമ്മിറ്റിയും കഴിഞ്ഞ് ഞാൻ പാഴ്സനയിൽ വന്നു. പാഴ്സനയിൽ വന്നപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ അപ്പുറത്ത് താമസിക്കുന്ന ഒരു ടീച്ചർ ഇതിലെ വന്നിരുന്നു, അച്ഛനോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു. അച്ഛൻ ഇന്നലെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവം എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി. ദൈവത്തിന് സ്തോത്രം. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിദേശത്തുനിന്ന് വന്നു. അവർ 2 പേരും കൂടെ അവിടെ എന്നെ കാണാൻ വന്നു. എന്നിട്ട് അവർ പറഞ്ഞത്, അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എനിക്ക് സൗഖ്യം ലഭിച്ചു എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അന്ന് തന്നെ ഫോൺ ചെയ്ത് പറയണമെന്ന് ആഗ്രഹിച്ചതാണ്. എന്നാൽ എൻ്റെ മനസ്സിലൊരു ചിന്ത, ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞതിന് ശേഷം വീണ്ടും ഇങ്ങനെ ഉണ്ടായാലോ, അത് ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് വരുമല്ലോ, അതുകൊണ്ടാണ് അന്ന് പറയാതിരുന്നത്. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞാണ് ഇവർ വരുന്നത്. ആ ടീച്ചർ പറഞ്ഞ കാര്യം, അന്ന് രാത്രി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. അന്ന് ഞാൻ മെഡിസിൻസ് എല്ലാം നിർത്തി. ഇന്ന് എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ദൈവത്തിന് നന്ദിയുള്ള സ്തോത്രം. പ്രവർത്തിക്കുന്ന ദൈവം. മനുഷ്യകരങ്ങൾ അശക്തമാകുമ്പോൾ ശക്തമായി പ്രവർത്തിക്കുന്ന ദൈവം. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് നിശ്ചയമായിട്ടും സാധിക്കണം. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം മാറ്റങ്ങളാണ്. നാം ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തമായി പ്രവർത്തിക്കും. ഒരു പുതുക്കത്തിൻ്റെ അനുഭവം. ആ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ഒരു രൂപാന്തരത്തിൻ്റെ പുതുക്കത്തിൻ്റെ അനുഭവമാണ്. പുതുക്കത്തിൻ്റെ അനുഭവം വന്നു കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പ്രവർത്തിക്കും, അനുഗ്രഹിക്കും. നന്മകളാൽ നിറയ്ക്കുന്നവനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. ഞാൻ കുമ്പനാടിന് ശേഷം പൊൻകുന്താണ് വന്നത്. പൊൻകുന്ത് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അനേകം ആളുകൾ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുമായിരുന്നു. കോട്ടയം കത്തീഡ്രലിൽ നിന്നും, മുളശ്ശേരിയിൽ നിന്നും, തിരുവല്ലയിൽ നിന്നും, മുണ്ടക്കയത്തു നിന്നും, റാന്നിയിൽ നിന്നും ഒക്കെ അവിടെ ആൾ വരുമായിരുന്നു. അനേകരുടെ ജീവിതത്തിൽ കർത്താവ് ശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു 2002 ഒരു ചെറുപ്പക്കാരനെയും കൊണ്ട് അവിടെ ഒരു കുടുംബം വന്നു. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അവന് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവൻ ഫൈനൽ സെമസ്റ്ററാണ്. പക്ഷേ അവന് പ്രശ്നമുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, അവൻ കോളേജിൽ പോകാനായിട്ട് അവന് സാധിക്കുന്നില്ല. ഒരു 1-2 മാസമായിട്ട് അവൻ കോളേജിൽ പോയിട്ടില്ല. അവൻ്റെ പിതാവ് ഒരു പൊളിറ്റീഷ്യനാണ്. അതുകൊണ്ട് നല്ല പിടിപാടുള്ളത് കൊണ്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, പല നല്ല ഡോക്ടേഴ്സ് ഇവിടെ എല്ലാം കൊണ്ടുപോയി. പക്ഷേ അവൻ കോളേജിൽ പോകുന്നില്ല. പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. ഒരു ശനിയാഴ്ച വൈകിട്ടാണ്. അപ്പോൾ അവർ കുറേ അധികം പേരുണ്ടായിരുന്നുകൊണ്ട് പാഴ്സനയിൽ ഞാൻ അവരെ ഇരുത്തിയിട്ട് പള്ളിയുടെ സൈഡ് വെസ്ട്രിയിലേക്ക് അവനെ വിളിച്ചു കൊണ്ടുപോയി. അവിടെ ചെന്ന് അവനോട് സംസാരിച്ചു. ഒരു 1/2 മണിക്കൂറോളം ഞാൻ അവനോട് സംസാരിച്ചു. അവൻ അവൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അവൻ മുട്ടുകളെ മടക്കി അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം പാഴ്സനയിൽ വന്ന് ഞാൻ എല്ലാവരും കൂടെ നിന്ന് ഒന്ന് വീണ്ടും പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് വെസ്ട്രിയിൽ വെച്ച് തന്നെ അവനോട് പറഞ്ഞു, മോനെ, നീ തിങ്കളാഴ്ച രാവിലെ മുതൽ കോളേജിൽ പോകണം. ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ആലോചനയായിരുന്നത്. തിങ്കളാഴ്ച രാവിലെ മുതൽ അവൻ കോളേജിൽ പോകാൻ തുടങ്ങി. പിന്നീട് എല്ലാ വെള്ളിയാഴ്ചയും തിരുവനന്തപുരത്തു നിന്ന് വേണാട് എക്സ്പ്രസ്സിൽ കോട്ടയത്ത് ഇറങ്ങി പൊൻകുന്നത്ത്
10 മണിക്ക് പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് അവൻ വരും. ആദ്യത്തെ 3-4 ദിവസം വന്നപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല, എനിക്കും സന്തോഷം തോന്നി. പക്ഷെ 3-4 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നീ 1-2 മാസം കോളേജിൽ പോയിട്ടില്ല, അത്രയും അറ്റൻഡൻസ് നഷ്ടപ്പെട്ടു, ക്ലാസ് നഷ്ടപ്പെട്ടു. ഈ വെള്ളിയാഴ്ച ദിവസം നീ ഇങ്ങനെ ആയിരുന്നു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിന്, നിൻ്റെ ക്ലാസ്സിന് അല്ലെങ്കിൽ റിസൾട്ടിന് ബുദ്ധിമുട്ടുണ്ടാകുകയില്ലേ? അവൻ എന്നോട് പറഞ്ഞതായ കാര്യം, അച്ഛാ, ഈ വെള്ളിയാഴ്ച ഇവിടെ വരുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹം, എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം. ഞാൻ പിന്നീട് ഒന്നും പറഞ്ഞിട്ടില്ല. ആ സെമസ്റ്റർ കഴിയുന്നത് വരെ അവൻ എന്നും വെള്ളിയാഴ്ച അവിടെ വരുമായിരുന്നു. പൊൻകുന്നത്തുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറയും. അവനെന്നും വരുമായിരുന്നു. അവസാനം അവൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും നല്ലൊരു റിസൾട്ട് സ്വർഗത്തിലെ ദൈവം അവന് നൽകി. ഇപ്പോൾ അവൻ കാനഡയിൽ എഞ്ചിനീയറായിട്ട് പ്രവർത്തിക്കുകയാണ്. ആഴ്ചയിൽ 1-2 പ്രാവശ്യമെങ്കിലും അവൻ എന്നെ വിളിക്കും. ഞാൻ പറഞ്ഞതെന്നറിയാമോ? ജീവിതത്തിന് രൂപാന്തരം വരുത്തുന്ന ദൈവം. മെഡിക്കൽ സയൻസ് പരാജയപ്പെടുമ്പോൾ, മനുഷ്യ കരങ്ങൾ പരാജയപ്പെടുമ്പോൾ പുതുക്കത്തിൻ്റെ അനുഭവം, രൂപാന്തരത്തിൻ്റെ അനുഭവം നൽകുന്നവനായിട്ടുള്ള സർവശക്തനായ ദൈവമാണ് നമ്മളോട് കൂടെയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മൾ പലപ്പോഴും അനേക പഠനങ്ങൾ നടത്തുമായിരിക്കും, അനേക കാര്യങ്ങൾ ചെയ്യുമായിരിക്കും. പഠനങ്ങൾ ആവശ്യമാണ്, എല്ലാ സ്റ്റഡീസും ആവശ്യമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന് ഒരു പുതുക്കത്തിൻ്റെ അനുഭവം ഉണ്ടായാൽ അത് ജീവിതത്തിന് അനുഗ്രഹമായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം മുൻപോട്ടേക്ക് ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരും. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ കൈവരും. എന്നറിയാമോ? ഇന്ന് പിടിച്ചു വെക്കുന്നതായ കാര്യങ്ങൾ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വെട്ടിപ്പിടിക്കുന്ന അവസ്ഥയുണ്ടാകും, പല കാര്യങ്ങളുണ്ടാവും, എങ്ങനെയും കാര്യങ്ങൾ സ്വന്തമാക്കണമെന്ന അവസ്ഥയുണ്ടാകും. ഈ മനോഭാവം മാറും. അബ്രഹാമിനെയും ലോത്തിനെയും നമ്മൾ എടുക്കുന്നതായ സമയത്ത്, അബ്രഹാമും ലോത്തും അവരുടെ സമ്പത്ത് കൂടിക്കഴിഞ്ഞതായ സമയത്ത്, ആടുമാടുകൾ കൂടിക്കഴിഞ്ഞതായ സമയത്ത് അബ്രഹാം പറയുന്നുണ്ട്, ലോത്ത്, നീ എങ്ങോട്ട് പോകുന്നുവോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ പോയിക്കൊള്ളാം. ലോത്ത് തലയുയർത്തി ഒന്ന് നോക്കി. എന്താ കാണാൻ സാധിച്ചത്? പച്ച പിടിച്ച സ്ഥലങ്ങൾ. അവൻ ആ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു. ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ ഇതാ. പച്ച പിടിച്ച സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുവാൻ മനുഷ്യൻ വ്യഗ്രതപ്പെടുകയാണ്. പക്ഷെ ഓർത്തുകൊള്ളണം പ്രിയപ്പെട്ടവരെ, ഈ വ്യഗ്രത പലപ്പോഴും നമ്മളെ നാശത്തിലേക്ക് എത്തിക്കും. എന്താണ് ലോത്തിന് സംഭവിച്ചത്? ലോത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതത്തിൽ അവന്റെ ഭാര്യ നഷ്ടപ്പെട്ടു, അവന്റെ കുടുംബത്തിൽ ഛിദ്രതയുണ്ടാകുകയാണ്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ആ കുടുംബം തകരുന്നതായ അവസ്ഥ. എന്നാൽ അതേ സമയത്ത് തന്നെ അബ്രഹാം തിരഞ്ഞെടുത്തു പച്ചപിടിച്ച സ്ഥലങ്ങൾ. ലോത്ത് തിരഞ്ഞെടുത്തുവെങ്കിൽ അബ്രഹാം മൊട്ടക്കുന്നുകളാണ് തിരഞ്ഞെടുത്തത്. പക്ഷേ പിന്നീട് നമ്മൾ പഠിക്കുന്ന ആ സമയത്ത് മൊട്ടക്കുന്നുകളെ മലർവാടിയാക്കി കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിച്ചു. എന്തുകൊണ്ട്? ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ അബ്രഹാം മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു. അബ്രഹാം പുറപ്പെട്ടപ്പോൾ അബ്രഹാം ഒരു അഡ്രസ് ഉള്ള വ്യക്തിയായിരുന്നു. പക്ഷേ ഈ അഡ്രസ് ഉള്ള വ്യക്തി അവിടെ നിന്ന് പുറപ്പെട്ട് മുൻപോട്ട് പോയപ്പോൾ അഡ്രസ് ഇല്ലാത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ അഡ്രസ് ഇല്ലാത്ത അബ്രഹാമിനെ ആ സ്ഥലത്തെ ഏറ്റവും ധനികനായ വ്യക്തിയായി സ്വർഗത്തിലെ ദൈവം തീർത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ പിൻപറ്റുന്ന ഒരുത്തരെയും കൈവിടുന്ന ദൈവമല്ല. ആര് ദൈവത്തെ പിൻപറ്റുന്നുവോ അവരെ കൈപിടിച്ച് ഉയർത്തുന്ന ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ ദൈവത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ ആശ്രയിക്കുക. അബ്രഹാമിന്റെ ദൈവം എൻ്റെ ദൈവമെന്ന് പറയുവാൻ, ഇസഹാക്കിന്റെ ദൈവം എൻ്റെ ദൈവമെന്ന് പറയുവാൻ, യാക്കോബിന്റെ ദൈവം എൻ്റെ ദൈവമെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. വെറുതെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന് വെറുതെ പറഞ്ഞിട്ട് അർത്ഥമില്ല. 23-ാം സങ്കീർത്തനം നമ്മൾ ചൊല്ലുമ്പോൾ കാണാതറിയാത്ത ഒരാൾ പോലും ഇവിടെ ഉണ്ടായില്ലെന്ന് എനിക്കറിയാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, യഹോവയുടെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല എന്ന് പറയും. പക്ഷേ പറയേണ്ടത് എന്താണെന്നറിയാമോ? യഹോവ എൻ്റെ ഇടയനാകുന്നു. സ്തോത്രം. അടുത്തിരിക്കുന്നവൻ്റെ അല്ല, അയൽക്കാരൻ്റെ അല്ല, എൻ്റെ ദൈവം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം നാം പറയുന്നു എങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഈ അബ്രഹാമിനും ലോത്തിനും ഇവർ തമ്മിൽ
പല പ്രശ്നങ്ങൾ ഉണ്ടാകാമായിരുന്നു. പക്ഷേ അബ്രഹാം കൊടുത്തതിലൂടെ ലഭിച്ച ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? അവിടെ സമാധാനമുണ്ടായി. ഇന്ന് അനേകരും വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാതെ മുൻപോട്ട് പോകുന്നവരാണ്. വിട്ടുകൊടുക്കുവാൻ ഒട്ടും മനസ്സിലാതെ മുൻപോട്ട് പോകുന്നവരാണ്. ഞാൻ കുമ്പനാട് ആയിരിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് മൂത്ത മോള് എൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ ചിലപ്പോൾ തിരുവല്ലയിൽ ഒരു കൊച്ച് പുഷ്പഗിരിക്ക് താഴെ ഒരു കൊച്ചു പാർക്കുണ്ടായിരുന്നു. അവിടെ ചിലപ്പോൾ വന്നിരിക്കും. കുപ്പായം ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ അവിടെ ഞങ്ങൾ ചെന്നതായ സമയത്ത് അവിടെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. കുട്ടികളെല്ലാം തമ്മിൽ കളിക്കുന്നു. ഞങ്ങൾ അടുത്തിരുന്ന ആളുമായിട്ട് സംസാരിക്കുകയാണ്. അദ്ദേഹം തിരുവല്ല ബാറിലെ നല്ലൊരു അഡ്വക്കേറ്റാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അച്ഛാ, അദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുക, ഇന്ന് നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ? അച്ഛാ, ഞങ്ങളുടെ അടുത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ വരുന്ന കേസ് അതിര് തർക്കങ്ങളാണ്. ഈ അതിര് തർക്കങ്ങൾ ആരുമായിട്ടാ? സ്വന്തം സഹോദരനുമായിട്ട്. എന്നിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞാലെന്നറിയാമോ? അവർ തമ്മിൽ അടിക്കും, ഞങ്ങൾക്ക് പൈസയും കിട്ടും. ആലോചിച്ച് നോക്കുക. പണം പോകുന്നുള്ള അല്ലാതെ, സമാധാനം നഷ്ടപ്പെടുന്നു ഉള്ളതല്ലാതെ എന്താ പ്രയോജനം? എവിടെയാ ഒരു 1-2 സെന്റ് സ്ഥലം പോകുന്നത്? വിട്ടുകൊടുക്കുവാൻ സാധിക്കുന്നെങ്കിൽ വിട്ടുകൊടുക്കണം. നമുക്ക് ജീവിതത്തിൽ ഒന്ന് വിട്ടുകൊടുത്തത് കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനായിട്ടില്ല. അതിൽ കൂടെ സമാധാനം ലഭിക്കും. അബ്രഹാമിലെ ലോത്തിന്റെ അനുഭവം അതാണ്. അല്പം ഒന്ന് വിട്ടുകൊടുത്തത് കൊണ്ട് വലിയ സമാധാനം ലഭിച്ചു എന്ന് മാത്രമല്ല, അബ്രഹാം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനായി, ദൈവം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വമായിട്ട് അബ്രഹാമിനെ മാറ്റി തീർക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ നാളും മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ദൈവാശ്രയത്തോടെ മുൻപോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ വഴിയെ ഏറ്റവും ശോഭനമാക്കി തീർക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. നമ്മുടെ പൂർണ്ണ സമർപ്പണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പത്രോസിനെ കർത്താവ് വിളിച്ചു, അവൻ സകലവും വിട്ട് അവനെ അനുഗമിച്ചു എന്ന് വായിക്കുന്നു. എന്നാൽ കർത്താവ് കൂടെയില്ലെന്ന് കണ്ടപ്പോൾ പഴയ വള്ളമെടുത്ത് മത്സ്യബന്ധനത്തിന് ഇറങ്ങി. 21 യോഹന്നാൻ 21 നമ്മൾ വായിക്കുന്നു, പത്രോസ് മത്സ്യബന്ധനത്തിന് പോയി, കൂടെ ശിഷ്യന്മാരും കൂടെ പോയി. രാത്രി മുഴുവനും അധ്വാനിച്ചു. എന്ത് ലഭിച്ചു? ഒന്നും ലഭിച്ചില്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഈ പത്രോസ് എന്തുകൊണ്ടാണ് ഈ വള്ളം എടുത്തുകൊണ്ട് പോയത്? ഇവിടെ വേദപുസ്തകം പറയുന്നു, സകലവും വിട്ട് അവനെ അനുഗമിച്ചു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സകലവും വിട്ടെങ്കിലും ഈ വള്ളം എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇനി എന്തെങ്കിലും കാലത്ത് തിരികെ ഈ വള്ളം എടുക്കണമെങ്കിൽ ഈ വള്ളം എടുക്കാം. ഇവിടെ ചെയ്യേണ്ടിയിരുന്നത് വിട്ടിട്ടല്ല, വിറ്റിട്ട് വന്നിരുന്നെങ്കിൽ തിരികെ വള്ളത്തിലേക്ക് പോകുമല്ലായിരുന്നു. നമ്മുടെയും ജീവിതത്തിൽ പലതും ഇതുപോലെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. വിശ്വാസമുണ്ടെന്ന് പറയും, പക്ഷേ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? വിറ്റുകളയേണ്ടത് നാം വിറ്റുകളയണം, വിട്ടുകളയേണ്ടത് നാം വിട്ടുകളയണം, മാറ്റേണ്ടത് മാറ്റണം. ജീവിതത്തിൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. മാറ്റേണ്ടതിനെ മാറ്റിയേ മതിയാകുകയുള്ളൂ. ഈ കക്ഷത്തിലിരിക്കുന്നത് പോകുകയും അരുത്, ഉത്തരത്തിലെ എടുക്കുകയും വേണം. അത് പറ്റുകയില്ല. മാറ്റേണ്ടതിനെ മാറ്റിയേ പറ്റുകയുള്ളൂ. ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കണം. രൂപാന്തരം വരുത്തേണ്ട സമയത്ത് രൂപാന്തരം വരണം. അപ്പോൾ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കണം. അങ്ങനെ നാം മുൻപോട്ട് ജീവിച്ചാൽ നിശ്ചയമായിട്ട് നമ്മളെ ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുക്കത്തിൻ്റെ അനുഭവമാണ് ആവശ്യമായിരിക്കേണ്ടത്. മാറ്റേണ്ടതിനെ മാറ്റിക്കൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഏറ്റവും അവസാനം പത്രോസിനോട് യേശു അവസാനം ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ പത്രോസ് പറയാണ്, ഊവ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഹല്ലേലൂയ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. പത്രോസ് ഇങ്ങനെ പറഞ്ഞെങ്കിലും കർത്താവ് ചോദ്യം നിർത്തിയില്ല. വീണ്ടും കർത്താവ് ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശിമോനെ, ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോഴും പറയുന്നു, ഊവ് കർത്താവേ. അതുകൊണ്ടും കർത്താവ് നിർത്തിയില്ല.
വീണ്ടും ഒന്നും കൂടെ ചോദിക്കുകയാണ്. മൂന്നാമത് ചോദിച്ചപ്പോൾ പത്രോസ് ദുഃഖിച്ചുകൊണ്ട്, ആ വാക്കുകളെല്ലാം ശ്രദ്ധേയമാണ്, ദുഃഖിച്ചു പറയുകയാണ്, കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് പറഞ്ഞു. ചിന്തിക്കണം, കർത്താവേ എന്ന് പറഞ്ഞില്ല, യേസൊന്നും പറഞ്ഞില്ല, ഇത്രേ പറഞ്ഞുള്ളൂ. തകർന്ന മനസ്സോടുകൂടെ, കർത്താവേ, നീ സകലവും അറിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തകർന്ന ഹൃദയത്തോടെ പത്രോസ് പറയുന്ന ഈ വാക്കുകൾ നാമും പറയുന്നുവെങ്കിൽ, കർത്താവേ, നീ സകലവും അറിയുന്നു, എൻ്റെ ഉള്ളും പുറവും അറിയുന്നത് അങ്ങാണ്. എൻ്റെ കർത്താവെ, അവിടുന്ന് എന്നെ നയിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ, നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ കൊടുക്കുന്നുവെങ്കിൽ, ഈ നിശ്ചയമായിട്ട് നാം അനുഗ്രഹിക്കപ്പെടുവാനായിട്ടിടയായിത്തീരും. പുതുക്കത്തിൻ്റെ അവസ്ഥ കഴിഞ്ഞപ്പോൾ എന്താ പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഈ തകർന്ന ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഉത്തരം പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് സ്നാനപ്പെടുകയാണ്. ജീവിതത്തിൽ അനുഗ്രഹം വേണമോ? തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങുന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ വരുമ്പോൾ അനുഗ്രഹത്തിൻ്റെ പെരുമഴ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് നമ്മെ കർത്താവ് എടുത്തുപയോഗിക്കുന്നതിനായിട്ട് ഈ തകർന്ന ഹൃദയത്തോടെ ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് അടുത്തു വരാം. അങ്ങനെ നമ്മൾ അടുത്തു വരുന്നുവെങ്കിൽ നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവം, അനുഗ്രഹം നമ്മിലേക്ക് ചൊരിയുന്നവനായ ദൈവം, ഈ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ നയിക്കുവാനായിട്ട് ഇടയായി തീരും. ഈ ദൈവം ശക്തീകരിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നാം മുൻപോട്ടേക്ക് ജീവിക്കാം. ഒരു ആപ്തവാക്യ ഇപ്രകാരം പറയുന്നുണ്ട്, God can turn problems into project. ദൈവത്തിന് പ്രശ്നങ്ങളെ പദ്ധതികളാക്കി മാറ്റുവാൻ സാധിക്കും. God can turn tragedy into triumph. ദൈവത്തിന് ദുരന്തങ്ങളെ വിജയമാക്കുവാൻ സാധിക്കും. God can turn waste into best. ദൈവത്തിന് ഏറ്റവും മോശമായതിനെ ഏറ്റവും നല്ലതാക്കാൻ സാധിക്കും. God can turn right side up. ദൈവത്തിന് സകലവും കീഴ്മേൽ മറിക്കുവാൻ സാധിക്കും. അതെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പുതുക്കത്തിൻ്റെ അനുഭവം നമ്മെ നന്മയിലേക്ക് നയിക്കുന്നു, അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു. ഒരു പുനഃസമർപ്പണമാണ് പുതുക്കത്തിന് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. ഈ പത്രോസ് പറഞ്ഞതുപോലെ തകർന്ന ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിലേക്കൊന്ന് അടുത്തു വരാം. കർത്താവേ, നീ സകലവും അറിയുന്നു, എൻ്റെ ഉള്ളും പുറവും അവിടുന്ന് അറിയുന്നു. നമ്മൾ പറഞ്ഞിട്ടല്ല കർത്താവ് മനസ്സിലാക്കുന്നത്, നമ്മുടെ ഉള്ള് അറിയുന്നവനായ ദൈവം. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ എന്തെല്ലാം ചിന്തകളാണെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല. പക്ഷേ കർത്താവ് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ, തകർന്ന ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, ഈ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരും, നന്മകളാൽ നിറയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഒന്ന് കൊടുക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാട്ട്, എൻ്റെ കർത്താവേ, ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ ഹല്ലേലൂയ, ആത്മീയമായി മരിച്ചവനായിരുന്ന അവസ്ഥയിൽ നിന്ന് അപ്പൻ്റെ ഭവനത്തിലേക്ക് നോക്കുന്ന മുടിയനായ പുത്രന്, സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നതായിട്ടുള്ള വ്യക്തിയെ സുബോധത്തിലാക്കുന്ന അവസ്ഥ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ കർത്താവ് എടുത്തൊന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടി തകർന്ന ഹൃദയത്തോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വരാം. ഹല്ലേലൂയ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, ആരും പ്രാർത്ഥിക്കാതിരിക്കരുത്. എല്ലാവരും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഓ ഗ്ലോറി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ കാണുന്ന ദൈവമാകുന്നുണ്ട്, സ്തോത്രം. അറിയുന്ന ദൈവമാകുന്നുണ്ട്, സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് ശക്തമായിട്ട് അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ കർത്താവേ. അവിടുന്ന് ശക്തീകരിക്കണമേ, അവിടുന്ന് ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഈ യേശുവിനെ ഈ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് സ്വീകരിക്കാം. യേശു പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹല്ലേലൂയ. ഈ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. ഈ സമയത്ത് നമുക്കെല്ലാവർക്കും
അതാത് സ്ഥാനങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ട് ഹല്ലേലൂയ സ്തുതിക്കുന്നു കർത്താവേ. നമ്മളൊരു പാട്ട് പാടുവാൻ പോകുകയാണ്. കണ്ണുകൾ അടച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് ആ പാട്ടുകൾ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി പാട്ട് ഉയരട്ടെ. നമ്മളെപ്പോഴും നമ്മൾ പാടുന്ന പാട്ടാണ് ഗീതത്തിൽ 380 പാട്ട്. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർ കാൽവറി മാലമേൽ നോക്കൂ നീ, കാൽവറി മാലമേൽ നോക്കൂ നീ, കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽക്കരം പാപത്തിൽ ജീവിക്കും നാവനേ. ആമേൻ ഹല്ലേലൂയ. പാപത്തിൽ നിന്റെ പേർ കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ, നിന്റെ പേർ കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. തള്ളുക നിന്റെ പാപം എല്ലാം, തള്ളുക നിന്റെ പാപം എല്ലാം, കള്ളമേതും നീന കേണ്ട നിന്നുള്ളിൽ നീ, കള്ള ഏതും നീന കേണ്ട നിന്നുള്ളിൽ നീ, ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ കയ്യിൽ ഏൽപ്പിക്കാം നീ, തള്ളയാം യേശുവിൻ കയ്യിൽ ഏൽപ്പിക്കാം നീ. കർത്താവേ, ഇന്ന് ആത്മാർത്ഥമായി അങ്ങയുടെ കരങ്ങളിലേക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച പ്രിയപ്പെട്ടവരെ അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് തരുന്നു. എൻ്റെ കർത്താവെ, മനസ്സിന് രൂപാന്തരം നൽകുന്നത് സ്വർഗത്തിലെ ദൈവമാകിയാൽ സ്തോത്രം. യേശുവെ, അവിടുന്ന് നയിക്കുന്ന കർത്താവാകിയാൽ സ്തോത്രം. ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാവരെയും അവിടുന്ന് പേര് വരായിട്ട് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ വചനം കർത്താവെ ഓരോ ഹൃദയങ്ങളെയും രൂപാന്തരം വരുത്തി ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ അങ്ങ് സഹായിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം ഞങ്ങൾ ശ്രദ്ധയോടെ കേട്ടല്ലോ. അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ. അബ്രഹാമിനെ അനുഗ്രഹിച്ച കർത്താവേ, അവിടുന്ന് ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. വിട്ടുകൊടുക്കുന്നതിലൂടെ സമാധാനം കണ്ടെത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. പത്രോസിനെ പോലെ പൂർണ്ണമായിട്ട് തകർന്ന ഹൃദയത്തോടുകൂടെ കർത്താവിന്റെ അരികിൽ വന്നുകൊണ്ട് അനുഗ്രഹം പ്രാപിപ്പാൻ, നന്മകൾ പ്രാപിപ്പാൻ നീ ഞങ്ങളെ ഒരുക്കണം കർത്താവേ. ഞങ്ങളുടെ ഭാര്യയെ ഓർക്കുന്നു, അവയൊന്ന് തിരുമനസിനെ ഓർക്കുന്നു, മറ്റ് പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. എല്ലാവരും ഇവിടെ അനുഗ്രഹിക്കണം, നന്മകളാൽ നിറയ്ക്കണം. ഈ കൺവെൻഷനെ അനുഗ്രഹിക്കണം. യേശു മിശിഹായെ ഞങ്ങൾ വീക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമറകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സഹവാസവും കാവലും നാം ഏവരോടും കൂടെ നിരന്തരം ഉണ്ടായിരിക്കുമാറാകട്ടെ.